തേക്കാട്ട് അവറാച്ചൻ ആറാമതൊരുവൻ ജനിച്ച വിവരം മുതലാളി അറിഞ്ഞു കാണുകയല്ല. അമ്മച്ചീവനെ പെറ്റി കിടക്കുമ്പോ അറിയിക്കാൻ ഒത്തില്ല, ക്ഷമിക്കണം. അതാ ഇവിടെ പോയി. തോക്കെടുത്ത് കൊല്ലണം അവനെ. വണ്ടി ഇറക്കണ. തോരപ്പനെ കൊണ്ടുപോയി കൂട്ടിലിടുന്നതിൽ ആർക്കും വിരോധമില്ലല്ലോ. എന്തെങ്കിലും വിരോധം ഉണ്ട് പറഞ്ഞാൽ മതി, ഞങ്ങളൊന്ന് നിങ്ങളെ കൂടെ കൊണ്ടുപോയിക്കോളാം. എവിടോ സർക്കിളിൽ ചായ? തൊരപ്പനെ ഞങ്ങൾ പൊക്കിന്ന് വിളിച്ച് പറ. ഏതവനടാ സ്റ്റേഷനിൽ കയറി വെച്ചോക്കുന്നേ? ആരാ ഇത്? ഞാൻ പോൾ സാറിന് പകരം ചാർജ് എടുത്ത പുതിയ CI ആണ് സാർ. പഴയ CIയുടെ പ്രദേശമാണ് സാർ. ഇവിടെ കയറി നിരങ്ങാൻ നിന്റെയൊക്കെ തറവാട്ട് പോയാടാ പോലീസ് സ്റ്റേഷൻ. സാർ, ഇവനാ ഇവിടുത്തെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ പ്രതി. നിന്നെമാര് തല്ലിയോടാ? തല്ലിയേമാനെ. പ്രതിയെ തല്ലി ചായ്ക്കാൻ നിങ്ങൾക്ക് ആരുടെ അധികാരം നിന്ന്? നിന്റെ ഇച്ചാന്റെ പരത്തി കിടന്നുള്ള ഷൈനിങ് ഒന്നും വേണ്ട. SP അവനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിരിക്കുക. ഇപ്പൊ അവന്റെ തൊപ്പി തെറിച്ച് കാണും. സാർ, അവനെ കടത്തിക്കൊണ്ടുപോയത് PK ഗ്രൂപ്പാണ്. നീ നിന്റെ ഇച്ചാനോട് നാടകങ്ങൾ ചേർക്കാൻ മനസ്സിലാവില്ലെന്ന് കരുതിയോ? പ്രതിയെ കടത്തിക്കൊണ്ട് പോയി നീ എടാ. ഒടുക്കം പോലീസ് പൊക്കൊന്നാ ഇപ്പൊ തലയൂരുന്നോ? അതുകൊള്ള നിർവീര്യമായ പോലീസിന്റെ മാനം രക്ഷിച്ചപ്പോ കുറ്റം ഞങ്ങളുടെ തലയിലാക്കുവന്നോ? സാർ ഒരുമാതിരി ചന്തയെ മത്തി വെക്കണ മറിയാമെ പോലെ സംസാരിക്കരുത്. തൊട്ടുപോര് നിന്റെ ഇച്ചാന്. ഡ്യൂട്ടിയിലുള്ള ഓഫീസറെ കൈവെക്കുന്ന റാസ്കൽ. ഈ സർക്കിൾ PK ഗ്രൂപ്പിന്റെ ആളാ. നിങ്ങൾ വേഗം നിന്ന് തേവക്കാട്ട് വിവരോടെ. ഇത് വലിയ ചതിയായി പോയല്ലോടാ. സൈമ, വണ്ടി എടുക്കടാ. എടോ സർക്കിളെ, ഒരു തെറ്റും ചെയ്യാത്ത എന്റെ പിള്ളേരെ ഇങ്ങനെ ഇവിടെ ചകത്തിട്ടതിന് താ സമാധാനം പറയേണ്ടി വരും. ഓ, അതൊക്കെ ഞാൻ കോടതി പറഞ്ഞോളാം. അതേടോ, പറയിപ്പിക്കാതെ തന്നെ വിടുകയല്ലേ ഞങ്ങള്. ഒന്ന് പേടിപ്പിക്കാതെ പോടോ വക്കീലേ. ഈ കേസും കോടതിയൊക്കെ സഹദേവൻ ഒരുപാട് കണ്ടതാ. അമ്മാരൊക്കെ വിട്ടേക്കടോ. സാർ,
വാടാ മക്കളെ. തേവക്കാട്ടുകാര് മനസ്സ് വെച്ച തന്റെ ഈ യൂണിഫോം എന്നേക്കുമായി ഊരിച്ച് ചെമ്മീൻ ഉണക്കുന്നിടത്ത് കാക്കയെ ഓടിക്കാൻ നോക്കൂത്തിയിട്ട് അതിനുവേണ്ടി അങ്ങ് മേളിലോട്ട് ഏത് കോടതി വരെ വേണേലും ഞങ്ങൾ പോകും. അതൊന്നും വേണ്ടി വരത്തില്ല ചായ. ഈ കണക്കിന് തീർപ്പ് കൽപ്പിക്കാൻ തേവക്കാട്ട കോടതി തന്നെ ധാരാളമാ. ഒന്ന് അലക്കി വെളുപ്പിക്കാനെങ്കിലും തനിക്ക് യൂണിഫോം ഒന്ന് ഊരി വെക്കേണ്ടി വരുമല്ലോ. അപ്പൊ കാണാം. എന്താടാ ഭീഷണിയാണോ? ഈശോയെ ഭീഷണിയല്ലേ മാനെ. ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നത് പണ്ടേ ഈ കുട്ടപ്പായുടെ ഒരു വീക്ക്നെസ്. വാടാ. അപ്പൊ സൗകര്യം പോലെ എപ്പോഴാന്ന് വെച്ചാ നമുക്ക് ഈ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും നോക്കിയിട്ട് മൊത്തം മുതല് ഞാൻ അങ്ങ് സാറിന് തരും. എസ് പിയോട് ഞാൻ സംഭവങ്ങളുടെ സത്യാവസ്ഥ മുഴുവൻ ബോധ്യപ്പെടുത്തിയതാ. പക്ഷെ PK ഗ്രൂപ്പുകാർ മിനിസ്ട്രി ലെവലിൽ സ്വാധീനം ചെലുത്തിയത് കൊണ്ട് അദ്ദേഹത്തിന് പോലും എന്നെ സഹായിക്കാൻ ഒത്തില്ല. ഇത്രയും കാലം സത്യസന്ധമായി ജോലി ചെയ്തതിന് എനിക്ക് കിട്ടിയ കൂലിയാ ഈ സസ്പെൻഷൻ. അപ്പാ പല പ്രാവശ്യം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്ഷമിച്ചു. ഇനി ഇങ്ങനെ ഒതുങ്ങി കൊടുക്കാൻ നിന്നാലുണ്ടല്ലോ PK ഗ്രൂപ്പ് നമ്മുടെ തലേ കയറും. തിരിച്ചു കൊടുക്കേണ്ടത് അതാത് സമയത്ത് കൊടുത്തില്ലേല് പിന്നെ തേവക്കാട്ടുകാരനെ നെഞ്ചത്ത് ചവിട്ടിയുന്ന അവന്മാർ ഇനിയും തോന്നിയാസം കാണിക്കും. മനഃപൂർവ്വം അവരിങ്ങനെ ദ്രോഹിക്കാൻ തുടങ്ങിയതിനൊരു അവസാനം എവിടെ ചെന്ന? അപ്പ എന്നതായാലും ഇതിനുടനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. തേവക്കാട്ടുകാരെ ഇന്ന് വരെ അറിഞ്ഞുകൊണ്ടൊരു ദ്രോഹവും ആർക്കും ചെയ്തിട്ടില്ല. എന്നിട്ടും അവന്മാർ എന്നാത്തിലാ നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? അവന്മാരെ എനിക്കൊന്ന് നേരിട്ട് കാണണം. വേണ്ട, വരണ്ടായത് പറഞ്ഞതല്ലേ നിങ്ങളോട്. പിന്നെ എന്നാത്തിനാ വെറുതെ? അപ്പൻ ഒറ്റയ്ക്ക് അതിന് അങ്ങോട്ട് ഞാനിവിടെ വഴക്കുണ്ടാക്കാനൊന്നും വന്നതല്ല. എന്നാത്തിനായാലും ശരി അപ്പൊ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോവണ്ട. പിന്നല്ലാതെ അവന്മാരുടെ മനസ്സിലിരിപ്പ് എന്നതാന്ന് പറയാൻ ഒക്കുകയല്ല. അവന്മാരുടെ മനസ്സിലൊരു പെനതാന്ന് അറിയാൻ വേണ്ടി തന്നെയാടാ ഞാനിവിടെ വന്നിരിക്കുന്നേ. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. നിങ്ങൾ ഇവിടെ നിൽക്കും, കേട്ടല്ലോ? ആരുമില്ലേടാ ഇവിടെ? അയ്യോ, ഇതാര്? തേവക്കാത്ത വലിയ മുതലാളിയോ? ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ അടിയങ്ങൾ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ. സർക്കിള് മോന്റെ തൊപ്പി തെറിച്ചെന്ന് കരുതി വിഷമിക്കേണ്ട മുതലാളി. ഞങ്ങൾ വേണമെങ്കിൽ മോളിൽ നിന്ന് വിളിച്ച് പറയിപ്പിച്ച് ശരിയാക്കാവുന്നേ. ഈ നാട് അടക്കി ഭരിച്ചിരുന്ന തേവക്കാട്ടുകാർക്ക് ഇപ്പൊ കഷ്ടകാലമാണല്ലോ മുതലാളി. ബ്രാൻഡി കച്ചവടം പോയി, ബ്ലേഡ് കമ്പനിയും പോയി, ഇപ്പതാ മകന്റെ തൊപ്പിയും പോയി. ഇനി എന്തൊക്കെ പോകാൻ കിടക്കുന്നു? സ്വന്തം മക്കളുടെ ജീവൻ പോകുന്നവരെ കാണേണ്ടി വരോടോ തനിക്ക്. അവനെ തടയണ്ട. തേവക്കാട്ട് അവരാച്ചനെ അവൻ അടിക്കണമെങ്കിൽ അടിക്കട്ടെ. അടിയടാ. എന്നതാണ് നിന്റെ കൈ പൊങ്ങത്തില്ലയോ? നിന്റെയൊക്കെ കുടുംബത്തിൽ കയറി വന്ന് ഈ കരളക്കുറ്റി നോക്കി ഒന്ന് തരണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറയായി. ഇപ്പോഴാ തരപ്പെട്ടത്. കള്ള് കച്ചവടം മുതലെങ്കിൽ സ്വർണ്ണ കച്ചവടം വരെ ചെയ്യുമ്പോഴും തേവക്കാട്ടുകാർ ഒന്നു നോക്കാറുണ്ട്, നേരും നെറിയും. പക്ഷെ നിന്റെയൊക്കെ ഈ നേരും നെറിയും കെട്ട കളിയുണ്ടല്ലോ, അതെന്റെ പിള്ളേരുടെ നെഞ്ചത്തെ ചവിട്ടിയിട്ട് വേണ്ട. മനസ്സിലായോടാ? നേർക്ക് നേരെ നിന്ന് നല്ല അന്തസ്സായി കച്ചവടം ചെയ്ത് തോപ്പിക്ക്, അല്ലാതെ ചതിയിലൂടെ ആരെയും തോപ്പിക്കരുത്. എന്റെ പിള്ളേരെ ഇത്രമാത്രം ഉപദ്രവിക്കാൻ ഞങ്ങൾ എന്നാ തെറ്റാടാ ചെയ്തത്? ഇടുവോ അവറാച്ച, ഞാൻ പറഞ്ഞാ മതിയോടൂ. തനിക്കെന്താടോ എന്നെ മനസ്സിലായില്ലേ? ഓർമ്മയ്ക്കൊരു 10-25 കൊല്ലത്തെ പഴക്കം കാണും. PK ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലൊന്നും തനിക്ക് മനസ്സിലാവില്ല. ചിലപ്പോ പാറക്കാടൻ കൊച്ചൗസേപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ആ ഇപ്പൊ ഏതാണ്ടൊക്കെ മനസ്സിലായി തുടങ്ങി. ഒന്ന് ഞെട്ടിയത് കണ്ടില്ലേ? ഇനി ഒന്നുകൂടെ വ്യക്തമാക്കണമെങ്കിൽ ഞാൻ ഒരാളെ കൂടെ കാണിച്ചു തരാം. വാ കാണണോ? കാണ്. കണ്ടിട്ട് തനിക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ? അത്രയ്ക്ക് അങ്ങോട്ട് മാറിപ്പോയവള്. കാണ്, കണ്ട് രസിക്കുതാൻ. ജീവിച്ചിരിക്കുന്ന എന്റെ കൊച്ചമ്മണിയുടെ ശവം.